നമസ്കാരം പ്രിയമുള്ളവരെ, നാളെ +1 അഡ്മിഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്കും നാളെ മുതലാണ് അപേക്ഷിക്കാനുള്ള സമയം. അതായത് മെയ് 14 അപേക്ഷിക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഇതുപോലെ തന്നെയാണ്. അപ്പോൾ അതിൽ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ HSC CAP എന്ന വെബ്സൈറ്റിൽ കയറി അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ആ പ്രോസ്പെക്ടസ് പഠിച്ചതിന് ശേഷം മാത്രം CSC സെൻറ്ററിലേക്ക് എത്തുക അപേക്ഷ ചെയ്യുവാനായിട്ട്. പ്രത്യേകിച്ച് ഇതിനകത്തെ നിങ്ങളുടെ പെർസെൻറ്റേജ് കാൽക്കുലേഷൻ എല്ലാം നിങ്ങൾ തന്നെ ഒന്ന് വ്യക്തമായിട്ട് ഉറപ്പ് വരുത്തുക. നമ്മളതെല്ലാം ചെയ്യും, പക്ഷേ വിദ്യാർത്ഥികളും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്കവാറും വിദ്യാർത്ഥികൾക്കും ഈ പെർസെൻറ്റേജ് എന്തുവാണെന്നോ ഒന്നും അറിയില്ല. അവരെ അക്ഷയ കേന്ദ്രങ്ങളിൽ അല്ലെന്നുണ്ടെങ്കിൽ CSC കേന്ദ്രങ്ങളിൽ ആളുകൾ ചെയ്യുന്നത് മാത്രം തെറ്റിദ്ധരിച്ച് ചെയ്തങ്ങ് വിടും. ആള് കൂടുന്നതനുസരിച്ചിട്ട് അതിനകത്ത് തെറ്റ് വരാനും ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ സ്വയമായിട്ട് കാര്യങ്ങളെല്ലാം ഒന്ന് പഠിച്ചതിന് ശേഷം മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയുമായിട്ടാണ് നേരിട്ട് CSC സെൻറ്ററിൽ എത്തുക. മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയോട് ഒപ്പം ആള് തന്നെ നേരിട്ട് വരാൻ ശ്രമിക്കുക. വിദ്യാർത്ഥി തന്നെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിഞ്ഞ് ചെയ്തതിന് ശേഷം, പ്രത്യേകിച്ച് നമ്മൾ CSC സെൻറ്ററിൽ ഒരു ആപ്ലിക്കേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് വിദ്യാർത്ഥിയെ വ്യക്തമായിട്ട് നമ്മൾ സ്ക്രീനിലൂടെ അത് കാണിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് അത് ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫൈനലൈസ് ചെയ്യാൻ വിദ്യാർത്ഥി ഉറപ്പായിട്ടും അത് ആള് തന്നെ നേരിട്ട് സെൻറ്ററിൽ വന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഈ HSC CAP ഉണ്ട്, അതുപോലെ തന്നെ VHSC CAP ഉണ്ട്. ഇത് രണ്ടും നിങ്ങൾക്ക് ഒരു ജില്ലകളിൽ അപേക്ഷിക്കാൻ മാത്രമേ പറ്റൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജില്ലകളിലേക്ക് ഒരു ആപ്ലിക്കേഷൻ, ആ ഒരു ആപ്ലിക്കേഷനിൽ ഒരു ജില്ലകളിൽ ഏതൊക്കെ സ്കൂളുകളാണ് നിങ്ങൾക്ക് വേണ്ടുന്നതെന്നുള്ളത് മുൻകൂട്ടി ആ പ്രോസ്പെക്ടസിൽ നോക്കി ആ കോഡ് ഉൾപ്പെടെ എടുത്തുകൊണ്ട് വന്നാൽ നിങ്ങളുടെ സമയം ലാഭിക്കാം. അല്ലാത്ത വശം ഇവിടെ വന്നു കഴിഞ്ഞാൽ ആളുകാർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കോഡുകൾ കൃത്യമായിട്ട് തിരഞ്ഞെടുത്ത് ഒരാളുടെ ആപ്ലിക്കേഷൻ ചെയ്യുവാൻ സമയം കൂടുതലായിട്ട് വേണ്ടുന്നതായിട്ട് വരും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒപ്പം ആദ്യം തിരക്ക് വെക്കാതെ ഒരു 2-3 ദിവസം ടൈം കഴിഞ്ഞതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ തെറ്റുകൾ കുറയാൻ ചാൻസ് കാണും. ആദ്യമൊക്കെ ഒരുപാട് ഇപ്പം ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസും ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് എല്ലാം ഗവൺമെൻറ് ക്ലിയർ ചെയ്യുന്നത് 1-2 വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷമായിരിക്കും. അപ്പോൾ കഴിവതും തിരക്ക് വെക്കാതെ 1-2 ദിവസം ഈ കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം മാത്രം അപേക്ഷ ചെയ്യാൻ ശ്രമിക്കുക.